ശ്യാം, ആ സഹോദരൻ്റെ ഈ പെൺകുട്ടിയുടെ ബിന്ദുവിൻ്റെ മകൻ്റെ ഒപ്പം മകളുടെ ഇവരുടെയൊക്കെ സങ്കടം അത് നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നതല്ല. പെട്ടെന്നൊരു ദിവസം അമ്മ നഷ്ടപ്പെട്ടു പോവുകയാണ്. അവരുടെ ഒന്നും ഭാഗത്തെ ഒരു തെറ്റുകൊണ്ടുമല്ല സംഭവിക്കുന്നത് എന്നതാണ്. നമ്മുടെ പൊതു സംവിധാനത്തിൻ്റെ അനാസ്ഥ കൊണ്ട് സംഭവിച്ച ഒരു മരണം. ഇതിൽ എന്ത് നൽകിയാലാണ് മതിയാവുക? ഈ കുടുംബത്തിനെ ഒന്നടങ്കം സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യം തന്നെയല്ലേ എല്ലാവർക്കും പറയാനുള്ളത്? തീർച്ചയായിട്ടും. അതായത് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും പറയാനുള്ള ഒറ്റ ഒരു കാര്യം അത് തന്നെയാണ്. ഈ കുടുംബത്തെ പൂർണ്ണമായിട്ടും ആ സർക്കാർ സംവിധാനം ഏറ്റെടുക്കണം. പ്രത്യേകിച്ച് ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് ആ കുട്ടിയുടെ പഠനവും കാര്യങ്ങളും ഒക്കെ നടത്തിയത്. അതിനിടയിലാണ് ആ വീടിന് ഒരു അംഗത്തെ നഷ്ടമായിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ആ കുട്ടിയുടെ അച്ഛനുൾപ്പെടെ ഇവിടെ ഇരിപ്പുണ്ട്. നിലവിൽ ഏകദേശം എത്ര രൂപ ലോണുണ്ട് മുകളിൽ? ഞങ്ങള് ബാങ്കിൽ 10 ലക്ഷം രൂപയാണ്. പിന്നെ അല്ലാതെ വേറെ ഇതിന് മേടിക്കാൻ വേണ്ടി അവിടെ നിന്ന് കടം മേടിച്ചത് ഒരു 10-25 ലക്ഷം രൂപയുണ്ട്. പിന്നെ ഇപ്പോൾ ഓപ്പറേഷനുള്ള പൈസ ഒരു കൂട്ടിയത് എല്ലാം അവിടെ ഒരു 10-50 രൂപയ്ക്കകത്ത് പോകും. 1 ലക്ഷം രൂപയ്ക്കകത്ത് നമുക്ക് നിലവിലുണ്ട്. വലിയ ബാധ്യതയായിട്ട് നിൽക്കുക. അത് ബാങ്ക് ലോണുണ്ട്, അല്ലാതെ കടം മേടിച്ചതുണ്ട്, പ്രമാണം കൊണ്ടുവച്ചതുണ്ട്, ബാക്കിയുള്ളത് സ്വർണം മേടിച്ചതുണ്ട്. അതൊക്കെ നിലവിൽ നിൽക്കുകയാണ്. എന്തായിരുന്നു കുട്ടിക്ക് പെട്ടെന്ന്? കുട്ടിക്ക് വീണിട്ട് നടുവിന് ചെറിയൊരു പ്രശ്നം വന്നേ. അപ്പം പഠിച്ചോണ്ടിരുന്നേ. അപ്പോൾ ട്രീറ്റ്മെന്റ് ആയിട്ട് വന്നതാ. നിലവിലിപ്പോൾ അവസാന വർഷ വിദ്യാർത്ഥി. നിലവില് അവസാന വർഷ വിദ്യാർത്ഥി. മകനിപ്പോ അവൻ പഠിത്തം കഴിഞ്ഞിട്ട് ഒരു ചെറിയ ജോലിയിലെ ഇടപ്പള്ളി നിൽക്കുക. ബിടെക് എഞ്ചിനീയറാ. അപ്പോൾ അത് പഠിച്ച് തീർന്നതാ. അവിടെയായിരുന്നു ഇവിടുന്ന് പഠിച്ച് അവിടുന്ന് ജോലി എടുത്തുനിന്നാണ് വന്നത്. ഇത് ഞാൻ ആശുപത്രി നിന്നതേ. എൻ്റെ ഭാര്യയുടെ കൂടെ ഞാൻ മകളുമായിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. ഇവര് പിന്നെ വരുമായിരുന്നു. ഇത് അറിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വരുമായിരുന്നു. എന്തായാലും നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ബിന്ദുവിന്റെ ഭർത്താവാണ് അല്പം മുമ്പ് സംസാരിച്ചത്. ഏകദേശം 50 ലക്ഷത്തോളം രൂപയുടെ കടമാണത്. ഈ 2 മക്കളെ പഠിപ്പിക്കുക, അവർക്ക് ഒരു ജോലി ഉണ്ടാക്കി കൊടുക്കുക, സ്വന്തം കാലിൽ നിൽക്കാൻ, ഒരാശ്രയമില്ലാതെ ജീവിക്കാൻ, അവരെ മുന്നോട്ട് പോകാൻ പ്രാപ്തരാക്കുക എന്ന ആ വലിയ സ്വപ്നത്തിൽ നിന്നുണ്ടായ കടബാധ്യതയാണ് ഇത്. ഇതൊക്കെ വീട്ടാൻ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ മകളുടെ വിദ്യാഭ്യാസം, അത് പൂർത്തിയാകുമ്പോഴുള്ള ജോലി, മകൻ്റെ ജോലി, അങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ട് പോരുന്ന കുടുംബത്തിൽ ഏതായാലും അമ്മയുടെ റോള് ചെറുതല്ല. ആ അമ്മ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോവുക എന്ന് പറയുന്നത് ഈ 3 പേർക്കും താങ്ങാൻ കഴിയുന്നതേയല്ല. സംസ്കാര ചടങ്ങുകൾ ഒക്കെ എപ്പോഴായിരിക്കും, എവിടെയായിരിക്കും, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കൂ ശ്യാം. മോത്തി, ഇവിടെ തന്നെയാണ് സംസ്കാര ചടങ്ങുകളും കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് തൊട്ട് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ദൃശ്യങ്ങൾ അടക്കം കാണാം. ഇതൊരു വീട്, ചെറിയൊരു സ്പേസാണ്. ഈ സ്റ്റെപ്പുകൾ കയറി ഇറങ്ങി വേണം ഈ വീട്ടിലേക്ക് എത്താൻ. ഈ സ്റ്റെപ്പുകൾ അതുകൊണ്ട് തന്നെ തൊട്ടപ്പുറത്ത് ഒരു പന്തലൊരുക്കിയാണ് അവിടെയാണ് പൊതുദർശനവും കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം തൊട്ടിപ്പുറത്തെ ഈ ഒരു ചെറിയൊരു പറമ്പുണ്ട്. അവിടെ ഇപ്പോൾ സംസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ നാട്ടുകാരും മറ്റുമൊക്കെ ചേർന്ന് അതിനുള്ള സംവിധാനങ്ങൾ ക്രമീകരിക്കുകയാണ്. ഇവിടെയാണ് ബന്ധുവിന് വേണ്ടി ചിതയൊരുക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളും കാണാം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തൊട്ടിപ്പുറത്ത് ഈ ഒരു ചെറിയൊരു ചതുപ്പ് പോലെയാണ് അത് ഒരുക്കിയെടുത്ത് അവിടെയാണ് നിലവിൽ മൃതദേഹം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ചെറിയ വഴിയാണ് ഈ വീട്ടിലേക്ക് വരാൻ. അതായത് ഒരു കുഴിയിലാണ് ഈ വീടിരിക്കുന്നതെന്ന് പറയാം. മുമ്പ് നേരത്തെ സംസാരിച്ച ആ ബിന്ദുവിൻ്റെ ജ്യേഷ്ഠത്തി പറഞ്ഞതുപോലെ ഈ കുഴിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അതിനുവേണ്ടിയായിരുന്നു ഈ മക്കളെയൊക്കെ പഠിപ്പിച്ചും ലോണെടുത്തും മറ്റുമൊക്കെ ഈ കാര്യങ്ങളൊക്കെ നടത്തിയത്. ഈ ചെറിയ വരുമാനം, കേവലം 300 രൂപ എന്ന വരുമാനമാണ് ബിന്ദു നിലവിൽ പോകുന്ന കടയിൽ നിന്ന് ലഭിക്കുന്നത്. ആ ചെറിയ വരുമാനത്തിൽ നിന്നാണ് ഈ കുടുംബത്തെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഭർത്താവ് മേശരിപ്പണിയാണ്. അദ്ദേഹത്തിന് എപ്പോഴും സ്ഥിരമായൊരു ജോലിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിന്ദുവിൻ്റെ ഒരു വരുമാനത്തിലാണ് ഈ കുടുംബം കഴിയുന്നതെന്ന് നമുക്ക് പറയാം. കാരണം ഈ ഒരു ചെറിയ വരുമാനത്തിൽ നിന്ന് ഈ കുടുംബത്തെ രക്ഷിക്കണം, മകളെ പഠിപ്പിക്കണം, മകനെ പഠിപ്പിക്കണം. മകൻ്റെ പഠനം പൂർത്തിയാക്കി മകളുടെ അവസാന വർഷ വിദ്യാർത്ഥി ആയിരിക്കുമ്പോഴാണ് ഇവിടെ ഈ കാണുന്ന ആ സ്റ്റെപ്പിലാണ് മകൾ വീണതെന്നാണ് പറഞ്ഞത്. അങ്ങനെ വീണാണ് മകൾക്ക് കാര്യമായ രീതിയിൽ അസുഖം ബാധിക്കുകയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയും ഏകദേശം 2 ആഴ്ചയോളം അഡ്മിറ്റായ ശേഷം പിന്നീട് ഓപ്പറേഷൻ എന്നായിരുന്നു. കൃത്യമായ രീതിയിലുള്ള രക്തപരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തിയ ശേഷമുള്ള ഓപ്പറേഷൻ, അതായത് ഒരു മേജർ ഓപ്പറേഷൻ തന്നെയാണ്. ആ സർജറി പൂർത്തീകരിക്കാൻ പോലും ആയില്ല. അതിനു മുന്നേ തന്നെ ബിന്ദുവിന് തൻ്റെ ജീവൻ നൽകേണ്ടി വന്നു. നമ്മുടെ സംവിധാനങ്ങളുടെയൊക്കെ ഒരു അനാസ്ഥ മൂലം ആ ജീവൻ നഷ്ടപ്പെട്ടു. സ്വാഭാവികമായിട്ടും ഇനി ആ കുട്ടിയുടെ
ചികിത്സ നടക്കേണ്ടതുണ്ട്. അതിലുപരിയായിട്ട് ആ ചികിത്സ നടത്തി കഴിഞ്ഞാൽ കൃത്യമായ രീതിയിലുള്ള വിശ്രമവും കാര്യങ്ങളൊക്കെ വേണം. ഒരുപക്ഷെ ആ വിദ്യാഭ്യാസത്തിനെ പോലും കോട്ടം സംഭവിക്കുന്ന തരത്തിലേക്കാണ്